ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സിദ്ധയായ അമ്മയെ കാണാനെത്തുന്ന മാർക്കോയോട് ഇന്നലെ രാത്രി കണ്ണൻ മോനും മഹാലക്ഷ്മിയും സഞ്ചരിച്ചിരുന്ന കാറിലേക്ക് പ്രതാപൻ ലോറി ഇടിച്ച് കയറ്റാൻ ശ്രമിച്ചു എന്നും കണ്ണൻ മോൻ്റെ അച്ഛൻ വിശ്വനാഥൻ അവരെ രക്ഷിച്ചു എന്നും പ്രതാപനാണ് അപകടം സംഭവിച്ചത് എന്നെല്ലാം പറയുമ്പോൾ അവനെ പഞ്ഞിക്കിടാണ് വേണ്ടതെന്ന് ദേഷ്യത്തോടു കൂടി മാർക്കോ പറയുമ്പോൾ നീയായിട്ട് ഒന്നും ചെയ്യണ്ട, കണ്ണൻ മോൻ്റെയും മഹാലക്ഷ്മിയുടെയും കൂടെ ഉണ്ടായാൽ മാത്രം മതി. ഇനി നീ കൂടെ ഇല്ലെങ്കിലും എൻ്റെ പ്രാർത്ഥനയില്ലെങ്കിലും കാര്യങ്ങളൊക്കെ വേറൊരാൾ നോക്കിക്കോളും. പുതിയൊരാൾ അവരുടെ രക്ഷയ്ക്കായിട്ട് എത്തുന്നുണ്ട്. പിന്നെ സംഭവിക്കാൻ പാടില്ലാത്തത് ചിലത് സംഭവിക്കും. കണ്ണൻ മോനും മഹാലക്ഷ്മിയും കുറച്ച് വേദനിക്കും, എങ്കിലും അവസാനം അവർക്ക് സന്തോഷം മാത്രമേ ഉണ്ടാകൂ എന്ന് ഒരു പ്രവചനം പോലെ അമ്മ പറയുന്നുണ്ട്. കണ്ണൻ്റെ അനിയന് താക്കീത് നൽകി വിട്ടയക്കാനും അമ്മ മാർക്കോയോട് പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയെ വഴിയിൽ തടഞ്ഞു നിർത്തുന്ന മാർക്കോ മഹാലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നീ എൻ്റെ പേരടക്കം പലരുടെയും പേരുകൾ ചേർത്ത് പറഞ്ഞിട്ടും കണ്ണൻ സാറും മഹാലക്ഷ്മിയും അതൊക്കെ സഹിച്ച് ഇങ്ങനെ ഒരു നാടകം കളിച്ചത് നിൻ്റെയൊക്കെ സ്വഭാവം വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ്. ഇന്നലെ ആ പ്രതാപൻ കണ്ണൻ സാറും മഹാലക്ഷ്മിയും സഞ്ചരിച്ച കാറിലേക്ക് ലോറി പായിച്ച കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. അങ്ങനെയെല്ലാം മുൻകൂട്ടി അറിയാനുള്ള ഒരു കഴിവ് എനിക്കുണ്ടെന്ന് നീ കൂട്ടിക്കോ. അതുകൊണ്ട് ഇനി നിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ചതി ഉണ്ടായാൽ പിന്നെ നിന്നെ കൊന്നുകളയാനും മടിക്കില്ല എന്ന് ശക്തമായിട്ടുള്ള ഒരു താക്കീത് ഉണ്ണിക്ക് നൽകുന്നുണ്ട് കേട്ടോ മാർക്കോ. പിന്നീട് പ്രതാപൻ പാട്ട് പാടുന്നത് കാണുന്ന മുത്തശ്ശി നിനക്ക് ഇങ്ങനെ ഒരു ശീലമൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ഇത് വിശ്വനാഥന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണെന്ന് പ്രതാപൻ പറയുമ്പോൾ അത് കേട്ട് ഞെട്ടി വിറയ്ക്കുന്നുണ്ട് മുത്തശ്ശി. ഇനി വിശ്വനാഥൻ്റെ ആത്മാവ് ഇവൻ്റെ ശരീരത്തിലെങ്ങാനും കയറി കാണുമോ, അല്ലെങ്കിൽ പിന്നെ വിശ്വനാഥൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഇവനെങ്ങനെ അറിയാം എന്നെല്ലാം മുത്തശ്ശി സ്വയം ചോദിക്കുന്നുണ്ട്. ഞാൻ അവനോട് ചെയ്തത് വലിയ ചതിയായി പോയി, എല്ലാം എനിക്ക് കണ്ണനോട് തുറന്ന് പറയണം, കണ്ണനെ വേഗം വിളിക്കുക എന്നെല്ലാം പ്രതാപൻ പറയുന്നുണ്ട്. കണ്ണനോ ഉണ്ണിയോ ദുർഗയോ എങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ജയിലിൽ പോകേണ്ടി വരും പ്രതാപ എന്നെല്ലാം മുത്തശ്ശി പറയുന്നുണ്ടെങ്കിലും എനിക്ക് കണ്ണനെ കാണണം, അവനെ വിളിക്കാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പ്രതാപൻ. ഇതേ സമയം തന്നെ മുത്തശ്ശിയെ ഞെട്ടിച്ചുകൊണ്ട് മാർക്കോ വരുന്നുണ്ട്. തുടർന്ന് താൻ ഇന്നലെ രാത്രി കണ്ണൻ സാറ് മഹാലക്ഷ്മിയും സഞ്ചരിച്ചിരുന്ന കാറിലേക്ക് ലോറി പായിച്ച് അവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. തനിക്ക് കിട്ടിയതൊന്നും പോരാ അല്ലേടോ, അവരെ എന്തെങ്കിലും ചെയ്യാൻ നോക്കുന്നവർക്ക് തിരിച്ചടി കിട്ടൂ എന്ന് തനിക്ക് ഇതുവരെ മനസ്സിലായില്ലേ? താൻ ഈ അവസ്ഥയിൽ കിടക്കുന്നത് കൊണ്ടും പിന്നെ കണ്ണൻ സാറും മഹാലക്ഷ്മിക്കും ഒന്നും സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ തന്നെ വെറുതെ വിടുകയാണ്. തൻ്റെ മനുമോനിലെ ഒരുത്തൻ ഉണ്ണി കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും മരണം ആഗ്രഹിച്ച് നടക്കുന്ന അവനും ഞാൻ താക്കീത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നീക്കം അവർക്കെതിരെ ഉണ്ടായാൽ ഈ മാർക്കോ ആരാണെന്ന് താനൊക്കെ അറിയുമെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ മുത്തശ്ശിയെയും പ്രതാപനെയൊക്കെ വിരട്ടുന്നുണ്ട്. അപ്പോൾ പ്രതാപനാണെങ്കിൽ പറയുന്നുണ്ട്, നീ വന്ന സ്ഥിതിക്ക് നിന്നോട് ഞാനൊരു സത്യം പറയാം. കണ്ണൻ്റെ അച്ഛൻ വിശ്വനാഥനെ കൊന്നത് ഞാനാണ്, ലോറി ഇടിച്ചാണ് കൊന്നത് എന്ന് പ്രതാപൻ സത്യം വിളിച്ചു പറയുമ്പോൾ തന്നെ ദേഷ്യത്തോടെ അയാളുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ മാർക്കോ. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും ഞെട്ടി വെറിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. ആ അപകടം നടന്നതിന് ശേഷം ഇവൻ എങ്ങനെയാണ് സമനില തെറ്റിയ പോലെ എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ സമനില തെറ്റിയിട്ടൊന്നുമല്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്, ഞാനാണ് കണ്ണൻമോൻ്റെ അച്ഛനെ കൊന്നത് എന്നെല്ലാം വീണ്ടും പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. അപ്പോൾ താൻ ഈ പറയുന്നത് സത്യമാണോ എന്ന് മാർക്കോ ചോദിക്കുമ്പോൾ വിശ്വാസമില്ലെങ്കിൽ ലക്ഷ്മിയോട് ചോദിച്ചു നോക്ക്, അവളും എന്നോടൊപ്പം ആ ലോറിയിൽ ഉണ്ടായിരുന്നു, അവളും എല്ലാത്തിനും സാക്ഷിയാണെന്നെല്ലാം പ്രതാപൻ വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു കാര്യം മാർക്കോയെ വല്ലാതെ തന്നെ അസ്വസ്ഥനാക്കുന്നുണ്ട്. മഹാലക്ഷ്മിയും അയാളോടൊപ്പം ലോറിയിലുണ്ടായിരുന്നു എന്നല്ലേ അയാൾ പറഞ്ഞത്. അപ്പോൾ മഹാലക്ഷ്മിയുടെ കാര്യം ചോദിക്കാമെന്ന് തന്നെ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട് മാർക്കോ. അങ്ങനെ മാർക്കോ മഹിയെ വിളിച്ചിട്ട് കാണണമെന്ന് പറയുന്നു. അങ്ങനെ മഹി വരുന്നതും എന്താ മാർക്കോ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞതെന്ന് മഹി ചോദിക്കുമ്പോൾ ഞാനൊരു ഞെട്ടിക്കുന്ന വാർത്ത അറിഞ്ഞു, അന്ന് അത് കേട്ടപ്പോൾ വിശ്വാസം തോന്നിയില്ല. വർഷങ്ങൾക്ക് മുൻപ് കണ്ണൻ സാറിനും അച്ഛനും സംഭവിച്ച ആക്സിഡൻറ്റിൻ്റെ പിന്നിൽ പ്രതാപനായിരുന്നോ എന്ന് മാർക്കോ ചോദിക്കുമ്പോൾ അത് കേട്ട് ഞെട്ടി വിറയ്ക്കുന്നുണ്ട് കേട്ടോ മഹി. തുടർന്ന് ഇന്നലെ നിങ്ങളെ രണ്ടുപേരെയും ലോറി ഇടിപ്പിച്ച് കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമം പ്രതാപൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നും അതിനെ തുടർന്ന് അയാളിപ്പോൾ സമനില തെറ്റിയതുപോലെ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ അയാൾ ഇതിനെക്കുറിച്ച് ഇതാണ് വിളിച്ചു പറയുന്നതെന്നാണ് അയാളുടെ അമ്മ പറഞ്ഞത്. കണ്ണൻ സാറിനെ ഈ വിവരം അറിയിക്കുന്നതിന് മുൻപ് മഹാലക്ഷ്മിയോട് പറയണമെന്ന് തോന്നി. മഹാലക്ഷ്മിയും അയാളോടൊപ്പം ആ ലോറിയിലുണ്ടായിരുന്നു എന്നൊക്കെയാണ് അയാൾ പറയുന്നത് എന്നെല്ലാം മാർക്കോ പറയുമ്പോൾ വീണ്ടും ഞെട്ടുന്നുണ്ട് കേട്ടോ മഹി. വീണ്ടും പ്രതാപൻ്റെ ആ കൊടും ക്രൂരത കേട്ട് ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയും ചെയ്യുന്നുണ്ട് മഹി. തുടർന്ന് മഹി പറയുന്നുണ്ട്, ഇനി ഞാനൊന്നും മറച്ചു വയ്ക്കുന്നില്ല മാർക്കോ,
കണ്ണേട്ടൻ്റെ അച്ഛൻ്റെ ജീവൻ എടുത്തതും കണ്ണേട്ടനെ ഇത്രയും കാലം വീൽ ചെയറിൽ തളർത്തിയിട്ടതും ആ ലോറി ഓടിച്ചിരുന്നത് അയാളാണ്. എല്ലാത്തിനും സാക്ഷിയായിട്ട് അയാളോടൊപ്പം ഞാനും ആ ലോറിയിലുണ്ടായിരുന്നു. ഇന്ന് വരെ പക്ഷെ കണ്ണേട്ടനോടത് തുറന്നു പറയാനുള്ള ധൈര്യം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയാണ് കേട്ടോ മഹി ചെയ്യുന്നത്. അപ്പോൾ മഹിയുടെ തുറന്നു പറച്ചിൽ കേട്ട് വല്ലാതാവുന്നുണ്ട് മാർക്കോയും. തുടർന്ന് മാർക്കോ പറയുന്നുണ്ട്, സ്വന്തം അച്ഛനെ കൊന്ന ലോറി ഡ്രൈവർ ആരാണെന്നറിഞ്ഞ് അയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കണ്ണൻ സാറ്. എന്നിട്ടും പ്രതാപനാണ് കണ്ണൻ സാറിൻ്റെ അച്ഛനെ കൊന്നതെന്ന് മഹാലക്ഷ്മി ഇത്രയും നാൾ പറയാതിരുന്നത് വലിയ തെറ്റായിപ്പോയി. ഇനിയെങ്കിലും മഹാലക്ഷ്മി കണ്ണൻ സാറിനോട് എല്ലാം തുറന്നു പറയണം, ഇല്ലെങ്കിൽ അത് കണ്ണൻ സാറിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും എന്ന് മാർക്കോ പറയുമ്പോൾ മാർക്കോ പറഞ്ഞത് ശരിയാണ്. ഇനിയും ഇത് കണ്ണേട്ടനിൽ നിന്ന് ഒളിപ്പിച്ചു വയ്ക്കാനായിട്ട് ഞാനും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹിയും കണ്ണനോട് എല്ലാം തുറന്നു പറയാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. പിന്നീട് ഹോസ്പിറ്റലിൽ പ്രതാപനെ കാണാനെത്തുന്ന ഉണ്ണിയോടും പ്രതാപനെല്ലാം വിളിച്ചു പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനെ കൊന്നത് ഞാനാണെന്നും ലോറി ഇടിപ്പിച്ചാണ് കൊന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നു. അപ്പോൾ നേരത്തെ തന്നെ പ്രതാപനിൽ സംശയം ഉണ്ടായിരുന്ന ഉണ്ണി അത് കേട്ട് ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ട്. തുടർന്ന് ഉണ്ണി പ്രതാപനെ ആക്രമിക്കാനായിട്ട് തുടങ്ങുമ്പോൾ എല്ലാം കണ്ടുകൊണ്ട് കരുണ അവിടേക്ക് വരുന്നുണ്ട്. എൻ്റെ അച്ഛനെ ഒന്നും ചെയ്യരുത്, എൻ്റെ അച്ഛനാണ് ഉണ്ണിയേട്ടൻ്റെ അച്ഛനെ ലോറി ഇടിപ്പിച്ച് കൊന്നത്, പക്ഷേ അതിൻ്റെ സൂത്രധാരൻ മറ്റാരുമല്ല നിങ്ങളുടെ അമ്മാവൻ തന്നെയാണ്. നിങ്ങളുടെ അമ്മാവൻ കൊട്ടേഷൻ കൊടുത്താണ് എൻ്റെ അച്ഛനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത്. അച്ഛൻ വെറും പണത്തിന് വേണ്ടി മാത്രമാണ് അത് ചെയ്തത്. പക്ഷേ നിങ്ങളുടെ അമ്മാവൻ നിങ്ങളുടെ പെങ്ങളെയും നിങ്ങളെ എല്ലാവരെയും അനാഥരാക്കുകയാണ് ചെയ്തത്. ആ അരുംകൊലയുടെ സൂത്രധാരൻ നിങ്ങളുടെ അമ്മാവനാണെന്ന് കരുണ എല്ലാ സത്യങ്ങളും ഉണ്ണിയോട് വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന കിടലൻ എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്